ഈ മുഹറം മാസത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന ഒരു ചർച്ചയുണ്ട്. അത് കർബല ചരിത്രമാണ്. ഞാനത് മനഃപൂർവ്വം പറയായാണ്. എന്താ വെച്ചാൽ അത് മുഹറമുമായി ബന്ധപ്പെട്ട ഒരു സംഭവമല്ല, മുഹറമിൽ സംഭവിച്ച കാര്യമാണ്. ചില ആളുകൾ ഇങ്ങനെ അവതരിപ്പിക്കുന്ന കേട്ടാൽ മുഹറവുമായി ബന്ധപ്പെട്ട് മുഹറമിന്റെ ഒരു പ്രത്യേകത ആയതുപോലെ തോന്നിപ്പോകും. മുഹറമിൽ അത് സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്, എന്നാൽ മുഹറമിന്റെ ഒരു പ്രത്യേകത ഒന്നുമില്ല. ഒരു ചരിത്രം മുഹറമിൽ സംഭവിച്ചു. അപ്പൊ ഒരുപാട് ഉസ്താദന്മാരടക്കം പുറത്തുനിന്ന് എന്നെ വിളിച്ച് ശക്തമായി പ്രേരിപ്പിച്ചു. അത് നിങ്ങൾ എന്താണ് അതിന്റെ രാഷ്ട്രീയ രംഗം, അതിന്റെ നിജസ്ഥിതി എന്താണ്, ആരെടുത്താണ് അമളി, യസീദിനെ നമുക്ക് ആക്ഷേപിക്കാൻ പറ്റുമോ, യസീദിനൊക്കെ വെള്ളപൂശി പ്രസംഗിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്, അത് നിങ്ങളെ രൂപത്തിലൊന്ന് പറയണമെന്ന് ഒരുപാട് ആളുകൾ കേൾവിക്കാരെ പുറത്തുനിന്ന് ഇന്നലെ രാത്രി വരെ നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ട് തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റ് സൂറത്തുകളിലേക്ക് കടക്കുന്നതിന് ഇടയിൽ ഇന്നും നാളെയും 2 ദിവസം കർബലയുടെ ഓർമ്മയിൽ അല്പസമയം ഇരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കർബല എന്നത് ആ വാക്ക് പോലെ തന്നെ കർബ് വബല രണ്ടും അർത്ഥം ഗുണമുള്ളതല്ല. കർബ് പറഞ്ഞാൽ ബുദ്ധിമുട്ട് എന്നാണ്, ബലാ എന്ന് പറഞ്ഞാൽ കടുത്ത പരീക്ഷണം എന്നാണ്. ലോകത്തെ മുസ്ലിമീങ്ങളെ മുഴുവനും ഹൃദയം ഒരുക്കി ഏറ്റവും വലിയ തീക്ഷണ പരീക്ഷണത്തിന് സാക്ഷിയായ സ്ഥലമാണ് കർബല. ഇസ്ലാമിന്റെ ഭരണരംഗം 4 ഖുലഫാക്കളുടെ കാലത്ത് ഭദ്രതയാണ്, വളരെ സുരക്ഷിതമാണ്. അന്ന് ഭരണരംഗത്ത് ചേരിതിരിവില്ല, 2 ഖലീഫമാർ എന്നത് അന്നില്ല. എന്നാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിയോഗത്തോടുകൂടി, അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ട്, ആൺകുട്ടികളുടെ ഇടയിൽ ഉണ്ടാകണാണ്. അലി തങ്ങളുടെ ഇടയിൽ, മുആവിയ റളിയല്ലാഹുവിന്റെ ഇടയിൽ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഒരു വിശ്വാസം അടിത്തറ പൊളിയാതെ നീങ്ങുന്ന സമയത്ത് രാഷ്ട്രീയ രംഗത്തും മറ്റൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിന്തിക്കുന്ന ആൺകുട്ടികളുടെ ഇടയിൽ സ്വാഭാവികമാണ്. അത് സ്വഹാബാക്കളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് 2 ഭരണാധികാരികൾ എന്ന നിലയിൽ നാടിനെ കുട്ടിച്ചോറാക്കും വിധം, ഉമ്മത്തിനെ പറയിപ്പിക്കും വിധം 2 ചേരിയായെന്ന് 4 ഖുലഫായിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല. അതിനുശേഷം മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം തുടങ്ങിയത്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയ മഹാനാണ്. പക്ഷെ ഓരോ ആളുകൾക്ക് ഓരോ ആഗ്രഹം ഉണ്ടാകും. അത് അദ്ദേഹം തെമ്മാടിയാണെന്ന് പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇലക്ഷന് മത്സരിക്കാൻ നിൽക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും തെമ്മാടിയാളെന്ന് പറയുന്നത്. ഭരിക്കാനുള്ള ബൂതി കൊണ്ടാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്, അല്ലെ? ഭരിച്ചുകൊണ്ട് ഒരു ഉത്തരവാദിത്വം നിർവഹണം, ഒരു സേവനം ജനങ്ങൾക്ക് ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ടാണ് എല്ലാവരും സ്ഥാനാർത്ഥികളാകുന്നത്. അതിന്റെ അർത്ഥം തന്നെ അതല്ലേ? സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സ്ഥാനം യാചിക്കുന്ന ആള് എന്നാണ്. ആ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് ഭരിക്കാൻ ഇത്തിരി പൂതി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അങ്ങനെ മറച്ചിട്ടും കാര്യമില്ല. ഭരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ, കാരണം അങ്ങനെ ഭരണം നടത്തിയിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്തിട്ട് കൂലി വാങ്ങണം എന്നാണ് അവരെ ആഗ്രഹം. എന്നാൽ ചില സ്വഹാബാക്കൾ അങ്ങനെ, ഇപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വലിച്ചാലും ഈ രംഗത്തേക്ക് വരൂല. കാരണം അവര് തഹജ്ജുദ്, ദിക്ർ, ഫിക്ർ, മുസല്ല ഇങ്ങനെ പോണ ഒരാളാണ്, മറ്റൊടത്തൊക്കെ തിരിഞ്ഞു നോക്കാത്ത ആളാണ്. ഈ സ്വഹാബാക്കളുടെ ഇടയിലും വ്യത്യസ്ത ചിന്താഗതി. ഇത് അങ്ങനെ പറയാൻ കാണുന്നതൊന്നും 4 മൂലം ഒപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരാളിപ്പോ ഭരിക്കാൻ ആഗ്രഹിച്ചോ എന്ന നിലയിൽ അവരെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം ഇഷ്ടമുള്ള ആളായിരുന്നു. അതുകൊണ്ട് അവര് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ വഫാത്തിന് ശേഷം അവര് ഭരണാധികാരിയായി രംഗത്ത് വന്നു. അത് അവർക്ക് ഒരു ആഗ്രഹമുള്ള ആളാണ്. എനിക്ക് ജനങ്ങളെ ഭരിക്കണം, അങ്ങനെ ഉത്തരവാദിത്വം നിർവഹിക്കണം, അങ്ങനെ അള്ളാഹിന്റെ അടുത്ത് കൂലി വാങ്ങണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. എന്താ ചെയ്യണം? അത് നമുക്ക് അങ്ങനെ തന്നെയല്ലേ. ഇപ്പോ ചില ആളുകൾക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും നിസ്കരിക്കാൻ. എന്നാൽ ചില ആളുകൾക്ക് അങ്ങനെയല്ല. ഒരു ഫർളാ നിസ്കാരങ്ങൾ നിസ്കരിക്കും, ചില സുന്നത്താ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വരും. അതിലപ്പുറം എത്തിയും കുട്ടികളെ സഹായിക്കുക, പാവങ്ങളെ വിഷയത്തിൽ കണ്ണീരൊപ്പുക, പിന്നെ അയൽവാസിയുടെ ഇടയിൽ ബന്ധം, അല്ലെങ്കിൽ കുടുംബത്തിനിടയിൽ മസല, അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും. മുആവിയ തങ്ങള് അടിസ്ഥാനപരമായി ഫർളും കാര്യങ്ങളും ഇബാദത്തുകളൊക്കെ ഉള്ളതിന് പുറമെ ഭരണം നടത്തിയിട്ട് അള്ളാഹിന്റെ അടുത്ത് കൂലി വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ആ നിലയിൽ അവരാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ കാലശേഷം ഭരണം ഏറ്റെടുത്തത്. ഇത് സഹാബാക്കളിൽ ചില ആളുകൾക്ക് ഇഷ്ടമായില്ല. രാഷ്ട്രീയ രംഗാണ്, സ്വാഭാവികമാണ്. അതിൽപ്പെട്ട മഹാന്മാരായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഇവരെ കയ്യിൽപ്പെട്ടവരായിരുന്നു.
പക്ഷെ എന്നാലും ഉള്ളിലുള്ള വിയോജിപ്പ് മൂടി വെച്ച് അതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഒരു രക്തം ഒരുക്കണ്ട എന്ന് കരുതിയിട്ട് അവരെല്ലാരും അത് മൂടി വെച്ചിട്ട് സ്വകാര്യമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുക എന്നല്ലാതെ അത് ചീറ്റുന്നത് ശ്രദ്ധിച്ച് അതിന്റെ പേരിൽ ഒരു ഭീകരാന്തരീക്ഷം വരാതിരിക്കാൻ പരമാവധി ശ്രമിച്ച് എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷേ ഒരു സംഗതി ഉണ്ടായി. കൂഫക്കാർക്ക് മുആവിയ തങ്ങളെ പറ്റാതെ. അവർ പറഞ്ഞു, ഞങ്ങളും മുആവിയക്ക് വയ്യത്തില്ല, ഞങ്ങൾക്ക് അയാളെ ഈ രംഗത്ത് പറ്റൂല. അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അവർ പറഞ്ഞു, അതിപ്പോ മനുഷ്യന്മാരാണോന്നും പറയണല്ലേ, ചിലപ്പോ നല്ല മനുഷ്യന്മാരാണെങ്കിൽ പറയും ഇതിനെ ആളെ പറ്റില്ല എന്ന് പറയും. അങ്ങനെയാണെന്ന് കരുതിക്കോളൂ. പക്ഷെ അവരെല്ലാവരും ബയ്യത്ത് ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മകനായ സയ്യിദുന ഹസൻ റളിയല്ലാഹു തആല അൻഹു. കൂഫക്കാർ ഹസൻ തങ്ങളെ ഖലീഫയായിട്ട് ബയ്യത്ത് ചെയ്തു. സിറിയക്കാർ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയായിട്ട് ബയ്യത്ത് ചെയ്തു. ഒരു ഉമ്മത്തിന് 2 ഖലീഫ അന്നാണ് ഉണ്ടായത്. ഇത് സുഖകരമല്ലാത്തൊരു പോക്കായി. സ്വാഭാവികമായിട്ടും ഭരണം കുറച്ച് മുന്നോട്ട് പോയപ്പോ ഹസൻ റളിയല്ലാഹു അൻഹു മെല്ലെ സ്ഥാനം കഴിഞ്ഞു. അത് ലോകത്ത് എല്ലാവരും എക്കാലത്തും പൊക്കി പറയുന്ന ലോക ജനത കോടികളായ ചരിത്രകാരന്മാർ സയ്യിദന ഹസൻ റളിയല്ലാഹു തആലയെ അഭിമാനത്തോടെ നെഞ്ചിലേറ്റാൻ കാരണമായ ഒരു അഭിപ്രായം. അവര് പറഞ്ഞു, ഒരു ഉമ്മത്തിന് 2 ഖലീഫക്ക് ഞാൻ ഇല്ല എന്നാണ്. എനിക്ക് ജനപിന്തുണ ഉണ്ടായേക്കാം, എനിക്ക് ഭരണം നടത്താൻ കഴിഞ്ഞേക്കാം, ഒരുപക്ഷെ ഇനിയും ഒരുപാട് നാടുകൾ പിടിച്ചെടുക്കാൻ പറ്റിയേക്കാം, പക്ഷെ ഒരു ഉമ്മത്തിന് 2 ഖലീഫ എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഈ ഉമ്മത്തിൽ ഒരു അനൈക്യം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം സ്ഥാനം രാജിവെക്കുകയാണ്, ഇത് മുഴുവൻ നിങ്ങളാണ്ട് എടുത്തോളൂ, നിങ്ങൾ ഭരിച്ചോളൂ എന്നിട്ട് സയ്യിദന ഹസൻ ഭരണ കസേരയില്ലെന്ന് ഉമ്മത്തിൽ അനൈക്യമുണ്ടാകുമോ എന്ന് പേടിച്ച് ഇറങ്ങിപ്പോയ മഹാനാണ്. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ ഒരു തീരുമാനം നടന്ന കൊല്ലത്തിന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന തന്നെ ആമുൽ ജമാ എന്നാണ്, സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ അഖണ്ഡതയുടെ കൊല്ലം എന്നാണ്. കാരണം അത് നല്ലൊരു കാഴ്ചപ്പാടാണെന്ന് എല്ലാവർക്കും തോന്നും. എന്റെ കാര്യത്തിൽ 2 അഭിപ്രായം വേണ്ട, ഞാൻ ഖലീഫ എന്നുകൊണ്ടല്ലേ 2 ചേരിയായത്, അത് വേണ്ട, ഒറ്റ ചേരി ഒറ്റ സംഘം, ഇവിടെ ഭിന്നിപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാണ്ട് പോയി. ആ രംഗം കൂടി മുആവിയ തങ്ങൾക്ക് വിട്ടുകൊടുത്തു. പക്ഷെ അന്നൊരു നിബന്ധന വെച്ചിരുന്നു. എന്താ അറിയോ? മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളെ കാലശേഷം ഇത് കുടുംബാധിപത്യമാക്കാൻ പാടില്ല. പാപ്പ മരിച്ച മോന്, അവൻ മരിച്ച അവന്റെ മോന്, അങ്ങനെ പോകാൻ പാടില്ല ഭരണം എന്നുള്ളത്. അത് ഒരു ഇലക്ഷൻ കമ്മീഷൻ വേണം, എന്നിട്ട് ശൂറ അടിസ്ഥാനത്തിൽ തീരുമാനമാണ്. അങ്ങനെ നിങ്ങളെ കാലശേഷം ഭരണാധികാരി ആവുമ്പോ ഇപ്പൊ ഇറങ്ങിപ്പോയ സയ്യിദുന ഹുസൈൻ തങ്ങൾക്ക് മുൻഗണനയും കൊടുക്കണം. കാരണം അവർ ഇറങ്ങിപ്പോയതല്ലോ, ഉമ്മത്തിലെ ഭിന്നിപ്പ് വയന്നിട്ട് ഇറങ്ങിപ്പോയതാണ്. അപ്പൊ ഇനി പരിഗണിക്കുന്ന സമയത്ത് മഹാനവർകൾ ആദ്യ പട്ടികയിൽപ്പെടുത്തണം, എന്നിട്ട് ചർച്ച നടത്തണം എന്ന് പറഞ്ഞു. അത് സമ്മതിച്ചു മുആവിയ റളിയല്ലാഹു അൻഹു. പക്ഷേ സന്ദർഭവശാൽ അള്ളാഹുവിന്റെ വിധി എന്നോണം സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ തങ്ങളുടെ വഫാത്തിന് മുന്നേ വഫാത്തായിപ്പോയി. അപ്പൊ ഇനി ആ ഷർത്ത് പാലിക്കാൻ പറ്റില്ല. അവിടെയാണ് യസീദ് വരുന്നത് കേട്ടോ. അവിടെയാണ് ചർച്ചയുടെ മർമ്മവും പല ആളുകളുടെ അഭിപ്രായ വ്യത്യാസത്തിന്റെ ന്യൂക്ലിയസും അവിടെയാണ്. യസീദ് അവിടെയാണ് വരുന്നത്. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മോനാണ്. യസീദ് സഹാബിയല്ല, പിന്നെ താബിയാണ്. അദ്ദേഹം ബാപ്പന്റെ തെർബിയത്ത് വല്ലാത്ത കിട്ടാത്ത ആളാണ്. ബാപ്പ മുആവിയ റളിയല്ലാഹു അൻഹു അവരെ തെർബിയത്ത് വല്ലാതെ കിട്ടിയിട്ടില്ല, സംരക്ഷണവും ശിക്ഷണവും കിട്ടിയിട്ടില്ല. എന്താ കാര്യം? മുആവിയ തങ്ങൾക്ക് ഈ യസീദ് എന്നവരുടെ ഉമ്മ ഭാര്യയായിട്ട് നിൽക്കുമ്പോൾ അവർ ആഡംബരം ആഗ്രഹിക്കുന്ന ആളാണ് ഈ ഭാര്യ. അതുകൊണ്ട് മുആവിയ റളിയല്ലാഹുവിന്റെ സൂക്ഷ്മതയും ചിട്ടയും ഒന്നും പറ്റാതായപ്പോ, എനിക്ക് നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ നാട്ടിൽ പോയിട്ട് എന്റെ പോരെ ഉടുമ്പിന്റെ മാളം പോലെയാണെങ്കിലും അതിൽ താമസിക്കാൻ എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ ഇല്ല എന്നിട്ട് പിണങ്ങി ഇറങ്ങിപ്പോയതാണ്. അങ്ങനെ മൊഴി ചൊല്ലപ്പെട്ട ഭാര്യയാണ്. ആ ഭാര്യയുടെ മകനായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബാപ്പാന്റെ അടുത്ത് കൂടുതൽ സമയം ഉണ്ടാവില്ല, എപ്പോഴേലൊക്കെ കാണാമെന്ന് പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ യസീദ് ഇത്തിരി മോശപ്പെട്ട ആളായിരുന്നു. റൗഡിയാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ അവരെ കുറിച്ച് ചില ആളുകൾ പറയുന്നത് ആദ്യകാലത്ത് അദ്ദേഹത്തിന് കള്ളൊടിയും മറ്റൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് തൗബ ചെയ്തിട്ട് നല്ല മനുഷ്യനായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരന്മാരുണ്ട്. അതവിടെ കട്ടെ. പക്ഷെ യസീദിനെ ചരിത്രപരമായിട്ട് നമ്മൾ ഉൾക്കൊള്ളാൻ അത്ര പ്രയാസമുള്ള രീതിയിൽ ഹൃദയം പടക്കുന്ന ചില ചരിത്രങ്ങൾ അദ്ദേഹം കാലത്തല ഉണ്ടായതുകൊണ്ട്
ചരിത്രം വായിക്കുന്ന ആളുകളിൽ പലരും അദ്ദേഹത്തിനെ മാറ്റിവെക്കാനാണ് പതിവ്. വല്ലാഹു ആലം ബിസ്സവാബ്, നമുക്ക് അറിഞ്ഞൂടാ. എന്നോട് ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു ചോദിച്ചു, യസീദിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു റളിയല്ലാഹു അൻഹു ഞാനില്ല എന്ന്. അയാൾ കുടുങ്ങി. ആള് ശരിയെന്നാ, കുറച്ച് മനസ്സിലാകുന്ന ആളാണ്. യസീദ് റളിയല്ലാഹു അൻഹു ഞാൻ ചൊല്ലൂല, പക്ഷെ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു ഞാൻ ചൊല്ലും. ഇതാ എന്റെ അഭിപ്രായം. അപ്പൊ ചോദിച്ചു എന്നോട് ലാനത്തുല്ലാഹി അലൈഹി എന്നല്ലോ എന്ന് ചോദിച്ചു. ഒരു കടന്നു വാക്കായി പോയി. ഓരോ വ്യക്തിന്റെ പേര് ഇട്ടിട്ട് ലാനത്തെല്ലാം വേണ്ടി അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചിരിക്കല്ലോ. അങ്ങനെയുണ്ടോ? ഇബ്ലീസിന്റെ പേര് വെക്കുമ്പോൾ തന്നെ ലാനത്ത് അല്ലൽ സുന്നത്തൊന്നുമല്ല, ചെല്ലാന്ന് മാത്രം. അതിന്റെ മേലെ പോയി യസീദ് എന്നൊരു ചരിത്രത്തിൽ അക്രമം ചെയ്തു എന്നുള്ളതിന് പേരിൽ ലാനത്തുല്ലാഹി അലൈഹി ഇങ്ങനെ എല്ലിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനും നമ്മളില്ല. റളിയല്ലാഹു അൻഹു ചൊല്ലൂല, ലാനത്തുല്ലാഹി അലൈഹി എന്ന് ചൊല്ലൂല. ഇവിടെ നമ്മളെ വീക്ഷണം. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നാളെ സുബീക്കത്തെ ക്ലാസ് വേണമെങ്കിൽ കേട്ടുകൊണ്ട് കുറച്ച് ഞാൻ പറയാമെന്ന്. അപ്പൊ അദ്ദേഹം ഇത്തിരി കയ്യിന്ന് പോയ ആളാണ്. ബാപ്പന്റെ തർബിയത്ത് കിട്ടാത്തതുകൊണ്ടും ഉമ്മ മോശപ്പെട്ട ആളായതുകൊണ്ട് എന്നാ ഇടക്കിടക്ക് ബാപ്പാനെ കാണാൻ വേണ്ടി വരും. ബാപ്പാന്റെ മുമ്പിൽ നല്ല പിള്ള ചമയും ചെയ്യും. വളരെ റെഡിയാണ്. 78 വയസ്സായി മുആവിയ തങ്ങൾക്ക്. ആ സമയത്തൊക്കെ ഇടക്കിടക്ക് ബാപ്പാന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. പക്ഷെ അപ്പൊന്നും പുറം ലോകത്തിൽ ചില ആളുകളൊക്കെ മോനെ പോക്ക് ശരിയല്ല കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കട്ടോ എന്നൊക്കെ അങ്ങനെ പറയുകയാണെങ്കിലും അത് ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിയായിരിക്കും എന്നുള്ളൊരു ധാരണയിൽ തന്റെ മുമ്പിൽ കുഴപ്പങ്ങളൊന്നും കാണാത്തതുകൊണ്ട് ഈ മകനെ തന്നെ വളരെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു മുആവിയ തങ്ങൾ ഉണ്ടായിരുന്നത്. വഫാത്തിന്റെ സമയത്ത് ഇവിടെ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ പാലിക്കാൻ ഹസൻ റളിയല്ലാഹു ഇല്ലാത്ത കാരണത്താൽ പിന്നുള്ളത് ഹുസൈൻ റളിയല്ലാഹുവാണ്. അതുവരെ ഭരിച്ചിരുന്നത് മുആവിയ തങ്ങളായതുകൊണ്ട് ഈ ഭരണം ഇതേപോലെ ഉമ്മത്തിന് പോറലേൽക്കാതെ സുരക്ഷിതമായി നിലനിൽക്കണമെങ്കിൽ എന്റെ മോനെ ഏൽപ്പിക്കലാണ് നല്ലത് എന്ന് അദ്ദേഹത്തിന് തോന്നിയ കാരണത്താൽ അദ്ദേഹം ഭരണം മോനെ ഏൽപ്പിച്ചുകൊണ്ടാണ് വഫാത്തായത് റളിയല്ലാഹു. നമ്മളതിലൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. ഓരോ ആളുകളുടെ വീക്ഷണമാണ്. അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഞാനിപ്പോ ഈ നടത്തിയുന്ന രീതിയിൽ ഭരണം മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ഏറ്റവും നല്ല എന്റെ മോനിത് ഏറ്റെടുക്കലാണ്. ഇത് ഏതെങ്കിലും ആൾക്കാരെ കൈപ്പെട്ടാൽ ഉമ്മത്ത് ചിഹ്നഭിന്നായാൽ അതെനിക്ക് പ്രശ്നമാണ്. കാരണം ഞാൻ ഇരുന്നീന കസേരല്ലേ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് പരിചയമുള്ള അനുഭവമുള്ള അദ്ദേഹം പറഞ്ഞു കൊടുത്താൽ കേൾക്കുന്ന മോനെ തന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. അല്ല അതൊക്കെ എടുത്തിട്ട് മുആവിയ തങ്ങളെ ചവിട്ടി കയറിയിട്ട് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും പറയാൻ പാടില്ല. കാരണം അവർ സ്വഹാബിയാണ്, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, തങ്ങൾ പുകഴ്ത്തിയ ആളാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതുണ്ട്. എന്റെ സ്വഹാബാക്കൾക്കിടയിൽ നടന്ന അഭിപ്രായത്തിന്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും അവരെ ആക്ഷേപിച്ചാൽ അത് എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതൊന്നും അറിയാത്ത ആളുകളാണ് ഈ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നമില്ല. നമ്മളെ ഇരുന്ന കസേരയില് അതിന് അർഹരല്ലാത്ത ആളുകൾ വന്നിരുന്നാൽ ചിലപ്പോ ഇരിക്കുന്ന ആള് നല്ല ആളായിരിക്കാം, മുത്തഖയാവും, അള്ളാഹിനെ അങ്ങേറ്റം ഭയമുള്ള ആളായിരിക്കും. പക്ഷെ ഭരിക്കാറിയുന്ന ആളായിരിക്കൂല. ബസ്സിൽ കയറ്റാൻ തഹജ്ജുദ് ആൾക്കാർ പറ്റുമോ? ഡ്രൈവിംഗ് അറിയുന്ന ആൾക്കാരല്ലേ പറ്റുള്ളൂ. അയാൾ ഇന്നലെ രാത്രിയും കൂടെ തഹജ്ജുദ് ചാവി ആളെ കൈ കൊടുത്താൽ മതി എന്ന് അറിയാൻ പറ്റുമോ? ഹോട്ടലിൽ പൊറാട്ട ഉണ്ടാക്കാൻ അതിന് പറ്റുന്ന ആളെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. ഇലക്ഷന് സ്ഥാനാർത്ഥി അതിന് പറ്റുന്ന ആളെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അതിന് ഇക്കാലത്തിന് ആളെ ഏൽപ്പിക്കാൻ പറ്റൂല. അപ്പൊ ഇതുപോലെ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, എന്റെ ഈ ഭരണം അതേ രൂപത്തിൽ നിലനിൽക്കാൻ എന്റെ മോനാ നല്ലത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിർത്തിയതാണ്. അങ്ങനെ യസീദ് ഭരണം ഏറ്റെടുത്തതോടുകൂടി പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ടു. മദീനയിലേക്ക് 2 കത്ത് വന്നു. അന്ന് മദീനയിലാണ് സയ്യിദന ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് സുബൈർ റളിയല്ലാഹു അൻഹു അവർക്കുണ്ട് 2 കത്ത്. ഒരു കത്ത് മുആവിയ തങ്ങൾ വഫാത്തായി എന്നറിയിച്ച ദുഃഖവാർത്തയാണ്. മറ്റൊരു കത്ത് മദീനയിലുള്ള എല്ലാവരും യസീദിനെ ബൈഅത്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കത്ത് വായിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എന്തുകൊണ്ട്? യസീദിനെ അവർക്ക് നന്നായിട്ട് അറിയാം. അവർ തമ്മിൽ മുമ്പൊരു യാത്ര നടത്തിയിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് അവരൊരു യാത്ര നടത്തിയിട്ടുണ്ട്. ആ യാത്രയിൽ ഇദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരാള് ഉമ്മത്തിന്റെ തലപ്പത്ത് വന്നാലുള്ള പ്രശ്നം കാരണത്താൽ ഹുസൈൻ തങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല ഇയാളെ ഖലീഫയാക്കൽ. അതുകൊണ്ട് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് പിന്നെ അവർക്ക് കാപ്പെട്ടില്ല, ബയ്യത്ത് അവർ ചെയ്യൂല. ഹുസൈൻ റളിയല്ലാഹു അൻഹു ബയ്യത്ത് ചെയ്തില്ല. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ബയ്യത്ത് ചെയ്തില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബയ്യത്തില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബയ്യത്തില്ല. കാരണം അവർക്കൊന്നും ഇയാളെ ഇഷ്ടമല്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നവരോ, മദീനയിൽ ഒരു രക്തപ്പുഴ ഒഴുക്കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും മക്കത്തേക്ക് രാജ്യം വിട്ടു. മദീനയിൽ നിർബന്ധമായി ബയ്യത്ത് ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥ വരും. അത് പ്രശ്നം രൂക്ഷമാക്കും.
അപ്പൊ ആ സമയത്ത് കുറച്ച് ആളുകൾ ബയ്യത്ത് ചെയ്യാതെ മാറി നിന്നാൽ രാഷ്ട്രീയ രംഗത്ത് പൊട്ടിത്തെറി ഉണ്ടാവും. നമ്മളെ കൊണ്ട് അങ്ങനെ പ്രശ്നം വേണ്ട, നമ്മളിട്ട് മനസ്സിന് താല്പര്യത്തിൽ വഴിക്ക് പോണില്ല എന്നൽക്ക് ഇവരൊക്കെ മദീനയിലേക്ക് പോയി. മദീനയിലേക്ക് പോയ വിവരം ഹുസൈൻ റളിയല്ലാഹുവിനും ഈ ഭരണം ഇഷ്ടമില്ലാതെ മദീനയിലേക്ക് പോയി എന്ന വിവരം കൂഫക്കാരറിഞ്ഞപ്പോൾ ഓൽക്ക് സന്തോഷമായി. കാരണം അവരിത് അവസരാക്കി. അവര് മുആവിയ തങ്ങളുടെ ഭരണം തന്നെ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു. പക്ഷെ നിർബന്ധമായിട്ട് ഹസൻ റളിയല്ലാഹുവിന് രാജിവെച്ച് പോയപ്പോ നിർബന്ധമായിട്ടുണ്ടല്ലോ മരുന്ന് കുടിക്കുന്ന മാതിരിയാണ് ഇവരുടെ ഭരണം ഇഷ്ടപ്പെട്ടിട്ട് കൂടെ നിന്നുകൊടുത്തത്. ആ രംഗത്ത് ഇപ്പോ കൈവിട്ടു പോയ ഈ മനുഷ്യൻ മുആവിയ തങ്ങളുടെ മകനായി മനുഷ്യനാണല്ലോ ഇപ്പൊ ഭരണകസേരയിരിക്കുന്നത്. ഒട്ടും മനസ്സുകൊണ്ട് ആഗ്രഹമില്ലാത്ത കൂഫക്കാര് ഹുസൈൻ റളിയല്ലാഹുവിന് കത്ത് അങ്ങനെ എഴുതാൻ തുടങ്ങി. സയ്യിദന ഹുസൈൻ, നിങ്ങളോട് പറയാനുള്ളത് ഉമ്മത്ത് നശിക്കുകയാണ്. ഉമ്മത്ത് ആളില്ല കപ്പല് പോലെയാണ്. ഉമ്മത്ത് ഗതി പോയി മാറുകയാണ്. ഉമ്മത്ത് ദിശ മാറി സഞ്ചരിക്കുകയാണ്. നിങ്ങൾ മുസ്തഫ നബിയുടെ പേരക്കുട്ടിയാണ്. നിങ്ങളെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. യസീദിനെ ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല. ഈ ഉമ്മത്തിന് ഭരിക്കാൻ ആളെ പറ്റൂല. ആള് തമ്മാടിയാണ്, ആള് കള്ളുടിയനാണ്, ആള് പെണ്ണുടിയനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഹുസൈൻ. നിങ്ങൾ രംഗത്തിറങ്ങണം. ഞങ്ങൾ മുഴുവനും നിങ്ങളെ നെഞ്ചിലേറ്റിയതാണ്. നിങ്ങളുടെ ഭരണം കൊതിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ മുറിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത്. എത്ര കത്ത് എന്ന് പറയുന്നത്? 1400 കത്താണ് അവിടെ എത്തിയത്, ഒരു മനുഷ്യനെ ക്ഷണിച്ചുകൊണ്ട്. നമ്മള് മൊബൈൽ എടുത്ത് നോക്കിയിട്ട് അതിൽ കമന്റ്സ് നോക്കുമ്പോ അനുകൂലമായിട്ട് 1400 എന്ന് വേണ്ട 10 ഉണ്ടെങ്കിൽ നമുക്ക് പെരുന്നാളായില്ല. 1400 കത്ത് അന്ന്, ഇന്നത്തെ സംവിധാനം ഇല്ലാത്ത കാലത്ത് ഒരു മനുഷ്യന് ഭരണാധികാരിയാവണം എന്ന് പറഞ്ഞിട്ട് കൂഫക്കാരയച്ചാൽ ഈ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാകും, ഇനി എനിക്ക് ഒളിച്ചോടാൻ പറ്റൂല, അള്ളാഹിനടുത്ത് ഞാൻ കുടുങ്ങുമെന്ന്. ഹുസൈൻ റളിയല്ലാഹു അങ്ങനെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ദുന്യാവിന്റെ ആർത്തിയുള്ളവരോ ഭരണക്കസേര മനസ്സിൽ കണ്ടവരോ ഒന്നുമല്ല. ഉമ്മത്ത് മുഴുവനും തന്റെ കൂടെ നിന്ന് ഈ ഭരണം നിങ്ങൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഉമ്മത്ത് കൈവിട്ടു പോകും എന്ന രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിരന്തരമായി 1400 കത്ത് പല ആളുകൾ മുഖേന അറിയിച്ചാൽ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്, ഉത്തരവാദിത്തമുണ്ട്. ഹുസൈൻ റളിയല്ലാഹു നേരെ പോയില്ല. മുസ്ലിമിനു അഖീൽ റളിയല്ലാഹു അവരുടെ കുടുംബക്കാരനാണ്, അവരുടെ പ്രതിനിധിയാക്കാൻ പറ്റുന്ന ആളാണ്, പരമവിശ്വസ്തനാണ്. അവരെ കൂഫയിലേക്ക് പറഞ്ഞയച്ചു. 1400 കത്ത് വന്നത് അവിടുന്നാണ്. അവിടുത്തെ രംഗം ഈ കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് അനുകൂലമാണോ അല്ലേ എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ മഹാനായ മുസ്ലിമിനു അഖീൽ റളിയല്ലാഹു നേരത്തെ പറഞ്ഞയച്ചു. മുസ്ലിമിനു അഖീൽ റളിയല്ലാഹു കൂഫയിൽ എത്തിയപ്പോഴേക്ക് ഇവിടുന്ന് 1470 കിലോമീറ്റർ ഉണ്ട്. അവിടെ എത്തിയപ്പോഴേക്ക് കൂഫക്കാരിൽ 12,000 ആളുകളാണ് അവരെ സ്വീകരിച്ചത്. എത്ര ആളുകൾ? 12,000 ആളുകൾ. ഈ 12,000 ആളുകൾ മുഴുവനും കൂഫക്കാര് മുഴുവനല്ല, കൂഫയിലെ പ്രധാനപ്പെട്ട കുടുംബങ്ങളിലെ തലവന്മാരാണ്. അപ്പൊ അവരെ കീഴിൽ 10,000 ആളുകൾ വേറെയുണ്ട്. മഹാനായ മുസ്ലിമിനെ അഖീൽ റളിയല്ലാഹു ധൈര്യത്തിൽ കത്തയച്ചു. ഹുസൈന് ഇന്ന് തന്നെ പുറപ്പെട്ടോളി, കത്ത് കൈ കിട്ടി അന്ന് തന്നെ പുറപ്പെട്ടോളി. ഇവിടെ കള അനുകൂലാണ്, ഇവിടെ നമ്മളെ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. കൂഫ മുഴുവനും നമ്മുടെ കൂടെയാണ്, ഒരു രക്തച്ചൊരിച്ചിലുമില്ല. നീ ആരെങ്കിലും ഭരണാധികാരികളായ രംഗത്തെന്നാൽ അവരങ്ങോട്ട് നീങ്ങിപ്പോണ്ടി വരും. ജനം മുഴുവനും നിങ്ങളുടെ പിറകിലാണ്. ഒരു സമയം താമസിക്കരുത്, വേഗം പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞിട്ട് കത്തയച്ചു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ കത്ത് കിട്ടിയതോടുകൂടി മഹാനവറുകൾ പോവാനുള്ള പരിപാടിയില്ല. എല്ലാ തീരുമാനം എടുത്തു. കുടുംബക്കാര് കൂടെ ഉണ്ടായി. 100 ചില്ല ആളുകൾ ഒപ്പുണ്ടായിരുന്നു. അതിൽ സ്വന്തക്കാരുണ്ട്, കുടുംബക്കാരുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അന്ന് പലരും തടഞ്ഞു, നിങ്ങൾ പോണ്ട. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞു എന്ന് ചില രേഖയിൽ കാണുന്നു. എന്താണെന്നറിയോ? നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയല്ലേ, നിങ്ങൾക്ക് ആഖിറത്തിലുള്ളത് പോരെ, നിങ്ങൾ ഈ ദുന്യാവിന്റെ രാഷ്ട്രീയ രംഗത്ത് ഭരണത്തിന് വേണ്ടി പോണോ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ സയ്യിദ്ന ഹുസൈൻ റളിയല്ലാഹു അവരോട് പറഞ്ഞത്, ഞാൻ അള്ളാഹിന്റെ അടുത്തുള്ള ആഗ്രഹിച്ചിട്ടാണ് പോണത്, ദുന്യാവ് ആഗ്രഹിച്ചിട്ടല്ല. 1400 കത്താണ് എനിക്ക് വന്നത്. ഇനി ഞാൻ ഇന്ന് ഒഴിഞ്ഞാല് എനിക്ക് അള്ളാഹിന്റെ മേൽ മറുപടി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പോണത്. എനിക്ക് ദുന്യാവ് ഒന്നുമല്ല, എനിക്കത് ആഗ്രഹമില്ല. പിന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ഫറസ്ദഖ് എന്ന കവി അന്ന് ജീവിച്ചിരുന്നു. അദ്ദേഹം കവിത രൂപത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് തൻഈമിൽ വെച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്, ഹുസൈൻ കൂഫക്കാരാണ്, ചതിക്കും, ശരീരം നിങ്ങളുടെ കൂടെ ആയിരിക്കും, വാളെടുത്താൽ യസീദിന്റെ കൂടെ നിൽക്കുന്നത്.
അദ്ദേഹത്തിന്റെ ഈ കൂഫക്കാരെ കുറിച്ച് അറിയുന്നതുകൊണ്ട് ഒരു കവിത രൂപത്തിൽ പറഞ്ഞു കൊടുത്ത ഇതൊന്നും ഹുസൈനുള്ളാഹിന് ചെവി ഉണ്ടില്ല. കാരണം എന്തുകൊണ്ട്? അവർക്ക് ഉത്തരവാദിത്വ പേടിയുണ്ട്. റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയണ്ടേ? ഹുസൈനെ 1400 ആളുകൾ 1400 കത്ത് കൂഫയിൽ നിന്ന് അയച്ചിട്ട് ഉമ്മത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് അള്ളാഹു ചോദിക്കുമല്ലോ. അതിന് മറുപടി പറയണല്ലോ. അതാണ് മഹാനവറുകൾ ചിന്തിച്ചത്. അല്ലാതെ ഭരണപൂതിയൊന്നുമല്ല. രംഗത്തിറങ്ങി ഇനി ബാക്കി നമുക്ക് നാളെ പറയാം. ഇനിയുള്ളൊന്നും പെട്ടെന്ന് ഒറ്റയടിക്ക് അങ്ങനെ സ്പീഡിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമില്ലാത്തതുകൊണ്ടും എനിക്ക് ഇത്തിരി ദൂരം ഉച്ചയ്ക്ക് ഒരു പരിപാടിക്ക് എത്തേണ്ടതുകൊണ്ടും ശക്തമായ മഴ ഉള്ളതുകൊണ്ടും മഴ പെയ്യണതിന് മുന്നൊക്കെ പോവാൻ ആഗ്രഹമുള്ളതുകൊണ്ടും അടുത്ത ഘട്ടം ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാം. കർബയിൽ സംഭവിച്ച രക്തക്കളം നാളെ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം. കാരണം മുആവിയ തങ്ങളെ തലയെക്കെട്ട് കെട്ടിയിട്ട് താടിയും കുലുക്കിയിട്ട് നിശിതമായി വിമർശിക്കുന്ന ആളുകളുണ്ട്. അത് ചരിത്രത്തെ വക്രീകരിക്കുന്ന ആളുകളാണ്. കുറച്ച് ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് കാര്യങ്ങളെ യഥാവധി ചിന്തിച്ചാൽ നമ്മൾ മുആവിയ തങ്ങൾക്ക് റളിയല്ലാഹു അൻഹു എന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹു നമ്മൾ ചെല്ലും. യസീദിന് ചെല്ലണോ വേണ്ടേ? അത് അഹമ്മദ് ഹംബലിനോട് വെച്ചോ. അഹമ്മദ് ഹംബലിനോട് വെച്ചു, നിങ്ങൾ ഹുസൈൻ അള്ളാഹിനെ യസീദിനെ സ്നേഹിക്കുമെന്ന് വെച്ചു. ഈ മാളുള്ള മനുഷ്യന്മാരെങ്ങനെ സ്നേഹിക്കുക എന്ന് വെച്ചു. ചോദ്യകർത്താവ് രണ്ടാമത് ഞാൻ പിന്നെ ലാനത്തുല്ലാഹി അലൈഹി എന്നല്ലേ, അലാ ലാനത്തുല്ലാഹി അലൽ ളാലിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒറ്റ പേരിൽ ലാനത്തില്ല. അപ്പൊ ലാനത്തും ചൊല്ലിയിട്ടില്ല, റളിയല്ലാഹു അൻഹു ഒന്നും ചൊല്ലിയിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. പക്ഷെ അതിനൊക്കെ വല്ലാതെ പുകഴ്ത്തിയിട്ട് മുആവിയ തങ്ങളെടുത്ത് യസീദിന്റെ അടുത്താണ് ശരിയുള്ളത്. ഹുസൈൻ അള്ളാഹിന് അങ്ങനെ അന്ന് വധിക്കപ്പെടുന്ന രാഷ്ട്രീയ രംഗത്ത് അത്യാവശ്യമുള്ള ഒരു കാര്യമായിരുന്നു എന്നൊക്കെ ഹക്കിന്റെ ആളുകളിൽ ചില ആളുകൾ പറയുന്നതായിട്ട് തോന്നുന്നുണ്ട്. അത് ശരിയല്ല. യസീദിനെ അങ്ങനെ വെള്ള പൂശിയിട്ട് പ്രസംഗിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അത് ഒറ്റപ്പെട്ട ചില ആളുകളുടെ തലയിൽ വരുന്ന ചില ചിന്തകളാണ്. നമ്മൾ അതിന്റെ പേരിൽ അവരെ കുറ്റം പറയുന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ പക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രം വായിക്കുന്ന ഒരാൾ എന്ന നിലക്ക് യസീദിന്റെ കൂടെ എല്ലാ 100 വട്ടം 101 വട്ടം മഹാനായ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ്. അല്ലാഹു തആല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവർക്ക് കർബലയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നാളെ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا പർച്ചാനെ ഞങ്ങൾ പറഞ്ഞോ കേട്ടോ തെറ്റുകളുണ്ടെങ്കിൽ പുറത്തു നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഉപകാരപ്രദമായ ജ്ഞാനം എല്ലാ രംഗത്തും നൽകണേ അല്ലാഹ്. അത് ചരിത്ര രംഗത്തും ഫിഖ് രംഗത്തും അഖീദ രംഗത്തൊക്കെ ഞങ്ങൾക്ക് നാളെ ഉപകാരമുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ള അവസരം നൽകണേ അല്ലാഹ്. ഞങ്ങൾ പഠിച്ച ഇൽമ ഞങ്ങൾ ഹൃദയത്തിന് പ്രകാശമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിന് കൂട്ടാക്കണേ അല്ലാഹ്. ഏകാന്തതയുടെ ഖബറിന്റെ തടവറയിൽ നേരം പോക്കാക്കി തരണേ അല്ലാഹ്. ഹൃദയത്തിലുള്ള ജ്ഞാന വിളക്ക് കൊണ്ട് സിറാത്ത് വിട്ടുകിടക്കുന്നവരിൽ, ബോധവിളക്ക് കൊണ്ട് വിട്ടുകിടക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ഖബറാണെങ്കിലും സിറാത്താണെങ്കിലും വെളിച്ചം ഞങ്ങൾ കൊണ്ടോണല്ലോ. ആ വെളിച്ചം ഞങ്ങൾക്ക് ഈമാനികമായിട്ട് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ശക്തമായി കോരിച്ചൊരിയുന്ന മഴയത്തും ഒരുപാട് ആളുകൾ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. മഹലിന്റെ പുറത്തുനിന്ന് വരെ ആളുകളുണ്ട്. കാറ്റുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു, ഇരുട്ടുണ്ടായിരുന്നു. എന്നിട്ടും വന്നത് ഒന്നിനല്ല, നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. അത് അവർക്കും നമുക്കൊക്കെ നീ നൽകണയല്ല. നിന്റെ സ്വർഗത്തിന് വേണ്ടിയാണ്. അത് വന്നവർക്കും എനിക്കും നൽകണയല്ല. ഇത് തന്നെയും സ്വർഗത്തിലെത്താൻ കാരണമായ വലിയ അമലായി മജ്ലിസുൽ ഇൽമാണല്ലോ. ആയിരക്കണക്കിന് ദോഷങ്ങൾ പൊറുക്കുമെന്നും ലക്ഷക്കണക്കിന് ദറജ കിട്ടുമെന്നൊക്കെ രേഖയിലുണ്ട്. ഞങ്ങൾക്കതെല്ലാം നിന്റെ ഔദാര്യം കൊണ്ട് വകവെച്ച് തരണേ അല്ലാഹ്. ഞങ്ങൾ അർഹത കൊണ്ടല്ല, നിന്റെ ഔദാര്യം കൊണ്ട് വകവെച്ച് തരണേ അല്ലാഹ്. സദസ്സിൽ പങ്കെടുത്ത ഒരാളെയും നീ നിരാശപ്പെടുത്തല്ലേ അല്ലാഹ്. മനസ്സ് തളർത്തല്ലേ അല്ലാഹ്, തകർക്കല്ലേ അല്ലാഹ്. കിടന്ന് പിടഞ്ഞ് മരിക്കേണ്ട രൂപത്തിൽ പരീക്ഷണത്തിന്റെ നടുക്കളത്തിലുള്ളവർ വരെ സദസ്സിലുണ്ട്. പക്ഷേ ആത്മീയമായ എനർജി നീ നൽകണയല്ല, ഹൃദയത്തിന് ഖുവ്വത്ത് നൽകണയല്ല, ആന്തരിക ഹെൽത്ത് നൽകണയല്ല. ഈ ചരിത്രബോധം ഞങ്ങൾക്കതിന് കാരണമാക്കി തരണയല്ല. അള്ളാഹുവെ, കച്ചവടക്കാരുണ്ട്, ഹൈറും ബർക്കത്ത് ഏറ്റി കൊടുക്കണയല്ല. കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് കച്ചവടം തുറന്നു കൊടുക്കണയല്ല. വരുമാനമില്ലാത്ത ആളുകൾക്ക് വരുമാനം കൊടുക്കണേ അല്ല. കടമുള്ള ഞങ്ങൾക്കൊക്കെ വീട്ടിത്തരണേ അല്ല. രോഗമുള്ള ഞങ്ങൾക്കൊക്കെ മാറ്റിത്തരണേ അല്ല. ക്ഷീണമുള്ള ഞങ്ങൾക്കൊക്കെ ക്ഷീണം അകറ്റിത്തരണേ അല്ല. പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല. അള്ളാഹുവെ, ഞങ്ങളെ കുടുംബത്തെ നീ വഴിയാധാരമാക്കല്ലേ അല്ല. കടക്കാരായി മരിപ്പിക്കല്ലേ അല്ല. മക്ക മദീനയിലേക്കുള്ള ആ റൂട്ട് നീ ബ്ലോക്കാക്കല്ലേ അല്ല. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിന മുഹമ്മദ്. تجاوز عن أمة سيدنا محمد
اجعلنا من خيار أمته ومن محبيه واغفر لنا ولوالدينا ولأساتذتنا ولمن ماتوا منا لمن دفنوا حوالينا. ശുക്കൂർ മാഷ് ഇന്നലെ നമ്മളെ ജുമാനേഷൻ ദ്വാരന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് മയ്യെടുത്തിട്ടോ അഷ്കർ മാഷ്, അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതിലപ്പുറം ദീനീ സേവകനും മറ്റു രംഗങ്ങളിലൊക്കെ നിസ്വാർത്ഥമായി അധ്വാനിച്ച ആളാണ്. അള്ളാഹു താല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. വല്ല ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു താല പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗമാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയമാണ് ഇപ്പോൾ പറഞ്ഞേ മുഴുവൻ. സ്വാഭാവികമായിട്ട് കയ്യിൽ നിന്ന് പോകുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ടാവും, വാക്കുകളും പ്രവർത്തനങ്ങളും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹു താല പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. അള്ളാഹു താല അദ്ദേഹത്തിന്റെ ഖബറിൽ കൂട്ടാളികളെ കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ആഖിറം അള്ളാഹു